നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. UDF മന്ത്രിസഭയിൽ കൊല്ലത്ത് നിന്നും 3 മന്ത്രിമാർ ഉണ്ടാകാൻ സാധ്യത. PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ എന്നിവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ചവറയിൽ നിന്നും ഷിബു ബേബി ജോണിന് മന്ത്രിസ്ഥാനം ലഭിക്കും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നതായി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതികരണം. ഗണേഷ് കുമാറിന്റെ പരാജയം സമുദായത്തിന്റെ വിജയമാണെന്ന് പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ. UDF വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യൂണിയൻ ഭാരവാഹികൾ മധുരം വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റായിരിക്കെ ഗണേഷ് കുമാർ സമുദായത്തിന് അപമാനകരമായി പെരുമാറിയെന്നും ഭരണസമിതി അംഗങ്ങൾ. രേഖകളില്ലാതെ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 25 ലക്ഷം രൂപ പിടിച്ചെടുത്തു. പുനലൂർ റെയിൽവേ പോലീസാണ് പണം പിടിച്ചെടുത്തത്. കൊട്ടാരക്കര പുത്തൂർ സ്വദേശി കസ്റ്റഡിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. UDF മന്ത്രിസഭയിൽ കൊല്ലത്ത് നിന്നും 3 മന്ത്രിമാർ ഉണ്ടാകാൻ സാധ്യത. PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ എന്നിവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ചവറയിൽ നിന്നും ഷിബു ബേബി ജോണിന് ഉറപ്പായും മന്ത്രിസ്ഥാനം ലഭിക്കും. ഘടകകക്ഷി നേതാവ് എന്ന നിലയിലാണ് ഷിബു ബേബി ജോൺ ഉറപ്പായും മന്ത്രിസഭയിലെത്തുക. UDFന്റെ മന്ത്രിസഭയിൽ കൊല്ലത്തു നിന്നും 3 പേർ മന്ത്രിസഭയിലുണ്ടാകാനാണ് സാധ്യത. യുവനേതാവും KPCC വൈസ് പ്രസിഡന്റുമായ PC വിഷ്ണുനാഥ, കൊല്ലത്തു നിന്നും വിജയിച്ച ബിന്ദു കൃഷ്ണ എന്നിവരെയാണ് കോൺഗ്രസ് പ്രധാനമായും പരിഗണിക്കുന്നത്. PC വിഷ്ണുനാഥ് തുടർച്ചയായി 2ാം തവണയാണ് കുണ്ടറയിൽ നിന്നും വിജയിക്കുന്നത്. നേരത്തെ ചെങ്ങന്നൂരിൽ നിന്നും MLA ആയിരുന്നു. ഒപ്പം യുവനേതാവ് എന്നുള്ള പ്രത്യേകതയും PC വിഷ്ണുനാഥിന് മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ വേഗമാകും. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ മികച്ച സംഘാടകനായാണ് PC വിഷ്ണുനാഥ് അറിയപ്പെടുന്നത്. ഇതോടൊപ്പം ബിന്ദു കൃഷ്ണയ്ക്കും മന്ത്രിസ്ഥാനത്തിന് സാധ്യതയുണ്ട്. എന്നാൽ ആലപ്പുഴ അരൂരിൽ നിന്നും വിജയിച്ച ഷാനിമോൾ ഉസ്മാനെയും പരിഗണിക്കുന്നുണ്ട്. സീനിയർ നേതാവ് എന്നുള്ള പരിഗണനയും മികച്ച സംഘാടക എന്ന പ്രത്യേകതയും ബിന്ദു കൃഷ്ണയ്ക്കുള്ള മുൻഗണനയാണ്. കൊല്ലം ജില്ലയിൽ നിന്നും 3ാമത് മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ സാധ്യത ഷിബു ബേബി ജോൺ ആണ്. RSPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഷിബു ബേബി ജോൺ ചവറയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. നേരത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഷിബു ബേബി ജോൺ. ഇതോടൊപ്പം ഘടകകക്ഷി നേതാവ് എന്ന പരിഗണനയും പ്രധാനമാണ്. എന്തായാലും മന്ത്രിസ്ഥാനത്തേക്കുള്ള ചർച്ച കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ചർച്ചയിൽ കൊല്ലത്തിനും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടാകുമെന്ന് ഉറപ്പ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രേഖകളില്ലാതെ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 25 ലക്ഷം രൂപ പിടിച്ചെടുത്തു. പുനലൂർ റെയിൽവേ പോലീസാണ് പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ കൊട്ടാരക്കര പുത്തൂർ സ്വദേശി ആനന്ദിനെ കസ്റ്റഡിയിലെടുത്തു. രേഖകളില്ലാതെ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 25 ലക്ഷം രൂപയാണ് പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടിയത്. ചൊവ്വാഴ്ച പുലർച്ചെ പുനലൂർ റെയിൽവേ പോലീസ് SHO പ്രദീപ് PKയുടെ നേതൃത്വത്തിൽ കൊല്ലം ചെന്നൈ എഗ്മോ ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. ആനന്ദിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പണം. 1,25,000 കെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത്. ഇനിയും ശക്തമാക്കുമെന്ന് SHO പ്രദീപ് PK പറഞ്ഞു. കഴിഞ്ഞ 1 മാസമായി റെയിൽവേ SPയുടെ നിർദ്ദേശപ്രകാരം ട്രെയിനുകളിൽ പരിശോധന നടത്തിവരികയാണെന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 1 മാസക്കാലമായി ബഹുമാനപ്പെട്ട റെയിൽവേ SPയുടെ നിർദ്ദേശപ്രകാരം സർപ്രൈസ് ചെക്കുകൾ ഞങ്ങൾ നടത്തി വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായി നിരവധി കഞ്ചാവ് കേസ് അടക്കമുള്ള കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ നടത്തിയ സർപ്രൈസ് ചെക്കിങ്ങിൽ പുത്തൂർ സ്വദേശിയായ ഒരാളുടെ കയ്യിൽ നിന്ന്, അയാളുടെ പേര് ആനന്ദ് എന്നാണ്, അയാളുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ ബ്ലാക്ക് മണി നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളതാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പുനലൂർ റെയിൽവേ പോലീസിൻ്റെ കർശനമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. UDF തരംഗത്തിലും ചുവടിളകാതെ പുനലൂരിൽ ഇടതുമുന്നണി. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മണ്ഡലം LDF നിലനിർത്തി. 21,529 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CPI പ്രതിനിധിയായ അജയ് പ്രസാദ് വിജയിച്ചത്. മുസ്ലിം ലീഗിലെ നൌഷാദ് യൂനുസിനെയാണ് അജയ് പ്രസാദ് പരാജയപ്പെടുത്തിയത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, AITC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം,
ഓയിൽ പാം ഇന്ത്യ ഡയറക്ടർ ബോർഡ് അംഗം, പുനലൂർ താലൂക്ക് സമാജം ഭരണസമിതി അംഗം എന്നീ നിലകളിലായിരുന്നു പ്രവർത്തനം. തോട്ടം തൊഴിലാളികൾ ധാരാളമായി വസിക്കുന്ന മണ്ഡലത്തിൽ അവരിൽ ഒരാളായി പ്രവർത്തിച്ച ട്രേഡ് യൂണിയൻ നേതാവായി. അച്ചൻകോവിൽ മുതൽ ഇടമുളയ്ക്കൽ വരെ വ്യാപിച്ചു കിടന്ന പുനലൂർ അസംബ്ലി മണ്ഡലത്തിലെ ഓരോ വ്യക്തിക്കും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരാളായി മാറി. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തെ കൃത്യതയോടെയും കണിശതയോടെയും വിജയത്തിലെത്തിക്കുന്ന സംഘാടക മികവ് അജയപ്രസാദിനെ പാർട്ടി പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും സുപരിചിതനാക്കി. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി UDF ഭരണകാലത്ത് പോലീസ് മർദ്ദനമേറ്റിരുന്നു. ആലഞ്ചേരി പ്രസാദ് ഭവനിൽ ചെല്ലപ്പൻ പിള്ളയുടെയും സരസ്വതി അമ്മയുടെയും 5 മക്കളിൽ മൂത്തയാളാണ്. ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും യുവജന വിദ്യാർത്ഥി സംഘടനകളിലും സജീവ സാന്നിധ്യമായിരുന്നു അജയപ്രസാദ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചാരായം മാറ്റിയതിന് യുവാവ് അറസ്റ്റിൽ. താമരക്കുളം കൊട്ടക്കാട്ടുശ്ശേരി സ്വദേശി കിച്ചു എന്ന് വിളിക്കുന്ന രാഹുലാണ് എക്സൈസിന്റെ പിടിയിലായത്. 570 ലിറ്റർ കോടയും 35 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ചാരായം വാറ്റിയതിന് താമരക്കുളം വില്ലേജിൽ കൊട്ടക്കാട്ടുശ്ശേരി മുറിയിൽ അത്തം വീട്ടിൽ കിച്ചു എന്ന് വിളിക്കുന്ന 33-കാരനായ രാഹുലിനെയാണ് മാവേലിക്കര എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. 570 ലിറ്റർ കോടയും 35 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. താമരക്കുളം കിഴക്കേ മുറിയിൽ കുടുംബത്തോടൊപ്പം വാടകയ്ക്കെടുത്ത് താമസിച്ചു വന്ന വീട്ടിലായിരുന്നു ചാരായം വാറ്റിയത്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള ഡ്രൈ ഡേ ആയതിനാൽ വൻതോതിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തുകയായിരുന്നു ഇയാൾ. മാവേലിക്കര എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ വി അരുൺ, അനു, രാജീവ്, വനിതാ CEO അഷ്ന, ഡ്രൈവർ പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ചവറ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് സ്വീകരണം നൽകി. ഇടപ്പള്ളിക്കോട്ടയിലാണ് സ്വീകരണം നൽകിയത്. ചവറ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിനാണ് സ്വീകരണം നൽകിയത്. ഇടപ്പള്ളിക്കോട്ടയിലാണ് സ്വീകരണം ഒരുക്കിയത്. നിരവധി പ്രവർത്തകർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. 18,573 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് LDF-ൽ നിന്ന് RSPയുടെ ഈറ്റില്ലമായ ചവറയെ ഷിബു സ്വന്തമാക്കിയത്. 2 തവണ ഒഴികെ RSP സ്ഥാനാർത്ഥികളെ മാത്രമാണ് ചവറ നിയമസഭയിലേക്ക് വിട്ടത്. മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഷിബു 2001-ലും 2011-ലും നിയമസഭയിലെത്തി. 2011-ൽ UDF മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയുമായി. 2016-ൽ N വിജയൻപിള്ള 6,189 വോട്ടിനും 2021-ൽ വിജയൻപിള്ളയുടെ മകൻ സുജിത് വിജയൻപിള്ള 1,096 വോട്ടിനുമാണ് ഷിബുവിനെ പരാജയപ്പെടുത്തിയത്. അഭിമാന പോരാട്ടമായിരുന്നു ഇത്തവണ ഷിബുവിന്. ശക്തമായ മത്സരമാണ് ഇരുമുന്നണികളും കാഴ്ചവെച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. പി മാധവൻപിള്ള അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. പള്ളിശ്ശേരിക്കൽ EMS ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തിയത്. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ EMS ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് പി മാധവൻപിള്ള അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തിയത്. സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് V അജയകുമാർ അധ്യക്ഷത വഹിച്ചു. പി മാധവൻപിള്ള അനുസ്മരണവും അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തലും എഴുത്തുകാരൻ PK അനിൽകുമാറും പുരസ്കാര വിതരണം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KS അനിൽകുമാറും ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള ഉപഹാര വിതരണം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജു കൃഷ്ണകുമാറും നിർവഹിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് അംഗം S ദിലീപ് കുമാർ, സെക്രട്ടറി E യാസീം,
എഴുത്തുകാരി പ്രൊഫസർ ജയലക്ഷ്മി, അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി VN സദാശിവൻ പിള്ള, TS ദീപ, രാഹുൽ ശങ്കുണ്ണി, K രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വിലയിരുത്താനുള്ള അവകാശം അധ്യാപകനുള്ളതുപോലെ ആരാണ് അധ്യാപകനെന്ന് വിലയിരുത്താനുള്ള അവകാശം തീർച്ചയായും വിദ്യാർത്ഥിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് P. മാധവൻ പിള്ള സാർ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ അറിവിന്റെ മഹാബോധിവൃക്ഷം. കുഞ്ഞുങ്ങളെ ഒക്കത്തേന്തിയ അമ്മമാർ പ്രവാചകനോട് പറയുന്നുണ്ട്, ഇനി നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഹിന്ദി അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. SSLC മൂല്യനിർണ്ണയം നടത്തുന്നവരായ സർവീസിൽ നിന്ന് വിരമിക്കുന്ന കൊല്ലം ജില്ലയിലെ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വീകരണം നൽകിയത്. SSLC പേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്ന സർവീസിൽ നിന്ന് വിരമിക്കുന്ന കൊല്ലം ജില്ലയിലെ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC മൂല്യനിർണ്ണയത്തിന്റെ സമാപന ദിവസമാണ് പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപകരായ ജയപ്രകാശ്, G. മോഹൻ, അജിത് പ്രസാദ്, സഞ്ജയ്, ശ്രീലത, സഫിയ, പ്രീത, ബിന്ദു, മേരി തോമസ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ശ്രീലാൽ, വിമല, മിൻസ, രാജേഷ് കുമാർ, മുഹമ്മദ് സലീം ഖാൻ, സുരേഷ്, വിനോദ് കുമാർ, രാജേഷ്, അബുൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സംയുക്ത സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി. ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ സംയുക്ത സമ്മേളനമാണ് നടത്തിയത്. ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ സംയുക്ത സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി. CR മഹേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഈ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ, അടിയന്തര ചികിത്സ വേണമെങ്കിൽ പണം കൊടുക്കണം. ഇപ്പോൾ ഹാർട്ടിൻ്റെ സർജറി, ഒരാണ് നെഞ്ചുവേദന വരുന്നു, നമ്മളിവിടെ നിന്ന് എടുത്താൽ നേരെ ആശുപത്രി കൊണ്ടുപോകുന്നു, ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നു. ഇപ്പോൾ ചോദിക്കും എങ്ങനെ ഇവിടെ ചെയ്യണം. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറയും, പൈസ അല്ലെങ്കിൽ എന്ത് ചെയ്യും? പട്ടാനത്ത്, പിന്നെ കോട്ടയത്ത്, പിന്നെ തിരുവനന്തപുരത്ത്, പിന്നെ അവിടെ ഒരു ഡേറ്റ് ഇട്ട് തരിക. ഇപ്പോൾ ഇത് മെയ് മാസമാണെങ്കിൽ ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമുക്ക് സർജറി എടുക്കുക. ഈ ഡോക്ടർ പറയുന്ന ഈ ദിവസവും ഓപ്പറേഷൻ ഇട്ട ഡേറ്റും തമ്മിലുള്ള ആ ദിവസങ്ങളിൽ ദൈവം ആയുസ് അനുവദിച്ച് തന്നെങ്കിൽ മാത്രമേ അയാൾ ജീവിച്ചിട്ടുള്ളൂ. മറ്റേയാളുടെ കുറിപ്പ് ഡോക്ടർ മരുമൻ പറയാണ് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തോളാൻ കൊടുക്കും. അയാൾക്ക് അയാളുടെ ബ്ലോക്ക് മാറ്റി അയാൾ വീണ്ടും ദൈനംദിന ജീവിതത്തിലുള്ള അയാൾ ഏറെക്കാലം ജീവിച്ചു. മറ്റേ ദൈവം അനുഭവിച്ച് തന്നെങ്കിൽ മാത്രമേ. അപ്പോൾ അങ്ങനെ ചികിത്സ സമ്പത്തില്ലാത്തൊരു നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഡയാലിസിസിൻ്റെ രോഗികളുടെ എണ്ണം 770 ആളാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. 770 പേരാണ് ഡയാലിസിസിന് രജിസ്റ്റർ ചെയ്ത് മഴ പെയ്യുമെന്ന് കാത്ത് വേരാമ്പൂർ വെള്ളവർക്കും പോലെ കാത്തു. അപ്പോൾ ഈ 770 പേരിൽ ഇവർക്ക് ഡയാലിസിസ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു പ്രൈവറ്റ് ആശുപത്രിയാണ്. സാധാരണക്കാരനെ ഈ അസുഖങ്ങളെല്ലാം വരുന്ന സാധാരണക്കാർക്കാണല്ലോ. HRPM സംസ്ഥാന വൈസ് പ്രസിഡന്റ് നഹാസ് കൊരണ്ടിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ സലാം പുതിയകാവ് സ്വാഗതം പറഞ്ഞു. KS പുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. റഹിയാനത്ത്, മുഹമ്മദ് ബഷീർ സൈനി, നഹാസ് ഇബ്രാഹിം, S. സുഭാഷ്, ഡോക്ടർ ഗോകുൽ R. കൃഷ്ണൻ, അനിത സന്തോഷ്, വിജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട്. ആ തൊഴിലുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ എൻ്റെ തൊഴിലൊന്നും വേണ്ടായിരുന്നു, മാന്യമായി സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ എനിക്ക് അർഹതയില്ലാത്ത ഒരു രൂപ പോലും എൻ്റെ പോക്കറ്റിൽ വരരുത്. ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് മറ്റു ജോലിയും കാര്യങ്ങളൊക്കെ ഉച്ചതിരുന്ന സമയം മുഴുവൻ പാർട്ടി ഓഫീസിലും. ഈ പാർട്ടി ഓഫീസിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് മനുഷ്യർ അവിടുത്തെ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞിട്ട് വരാറുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും നേരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതാൻ അറിയാത്ത ആളുകളാണ്. ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും കൃത്യമായ ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ ഒരു വില്ലേജ് ഓഫീസിലേക്കോ ഒരു പരാതി എഴുതാൻ അറിയാത്ത ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ട്, നിങ്ങളുടെ അയൽവക്കത്തുണ്ട്, എനിക്കറിയാം.
അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ വളർന്നു വന്ന് ആ പാർട്ടിക്കകത്ത് ആരൊക്കെയായി മാറി കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ എങ്ങനെ നമ്മളെ ഇല്ലായ്മ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷ്. വ്യക്തിപരമായി വിചാരണ ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ജനങ്ങൾ തന്നോടൊപ്പം നിന്നു. സമർപ്പിതമായ പൊതുപ്രവർത്തനം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും ഒരിക്കൽ കൂടി കരുനാഗപ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസികൾ എന്നെ ഹൃദയത്തിലേറ്റി വിജയിപ്പിച്ചു. വ്യക്തിപരമായി ഒരുപാട് വിഷമങ്ങൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. മറ്റൊന്നുമല്ല, ഇവിടെ എന്നെ വിചാരണ ചെയ്യുകയായിരുന്നു. രണ്ടു മുന്നണികളും വ്യക്തിപരമായ ഒരുപാട് ആക്ഷേപങ്ങൾ എന്നിൽ ഏൽപ്പിച്ചു. പലപ്പോഴും മനസ്സ് വിഷമിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചു. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു പരിഭവമില്ല. കാരണം എനിക്ക് നന്നായിട്ട് എൻ്റെ നാട്ടുകാരെ അറിയാമായിരുന്നു. എന്നെ നാട്ടുകാർക്കും നല്ലതുപോലെ അറിയാമായിരുന്നു. ഒരു തവണ ജയിക്കുക എന്നുള്ളത് മിക്കവാറും രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ സാധിക്കുന്നതാണ്. പക്ഷേ ജയം നിലനിർത്തുക എന്നുള്ളത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജയിക്കുന്ന അന്ന് മുതൽ നമ്മളെ ജനം നേരത്തേതിനേക്കാൾ വളരെ ശ്രദ്ധിക്കും. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ശരീരഭാഷയും സംസാരവും പെരുമാറ്റവും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമെല്ലാം ജനം ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷം. കഴിഞ്ഞ തവണ ഞാൻ വിജയിച്ചപ്പോൾ എനിക്ക് എതിരായി പറഞ്ഞ കാര്യങ്ങളൊന്നും ഇനി പറയാൻ സാധ്യമല്ല. കാരണം 5 വർഷക്കാലവും എൻ്റെ പ്രവർത്തനം വിലയിരുത്തി വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ടാണ് ഇപ്രാവശ്യം എന്നെ ജനങ്ങൾ ഒരിക്കൽ കൂടി അംഗീകാരത്തിൽ ഏറ്റിയത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നതായി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സുജിത്ത് വിജയൻപിള്ള ഇക്കാര്യം അറിയിച്ചത്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിനോടാണ് 18,573 വോട്ടുകൾക്ക് സുജിത്ത് പരാജയപ്പെട്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിബുവിനെ തോൽപ്പിച്ചായിരുന്നു സുജിത്ത് MLA ആയത്. 2016 തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോണിനെ സുജിത്തിന്റെ പിതാവ് വിജയൻ പിള്ളയാണ് പരാജയപ്പെടുത്തിയത്. വിജയൻ പിള്ളയുടെ നിര്യാണത്തോടെയാണ് സുജിത്തിലേക്ക് സീറ്റ് എത്തിയത്. സുജിത്ത് വിജയൻ പിള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. ചവറ നിയോജക മണ്ഡലത്തിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിനും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പൊതുജനങ്ങൾക്കും പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. ചവറ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള സംഭാവന നൽകുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ 5 വർഷം MLA എന്ന നിലയിൽ ചവറ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലും എന്നാലാവുന്ന പരിശ്രമങ്ങൾ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമായി നടത്തിയിരുന്നു. വികസന ക്ഷേമ പ്രവർത്തനങ്ങളും അതിന് നൽകിയ നേതൃത്വവും ചവറ മണ്ഡലത്തിലെ ജനങ്ങൾ വിസ്മരിക്കില്ല എന്നാണ് വിശ്വാസം. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ സാന്നിധ്യവും ഇടപെടലും തുടർന്നുമുണ്ടാകും. 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുത്തു. ഇനി ചവറയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ, ഗുരുജനങ്ങൾ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, കഴിഞ്ഞ 2 മാസമായി എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അഹോരാത്രം പണിയെടുത്ത ഇടതുപക്ഷ സഹാക്കൾ, എനിക്ക് വോട്ട് ചെയ്തവർ തുടങ്ങി എല്ലാവർക്കും നന്ദി എന്ന ഒറ്റവാക്കിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തി. UDF പ്രവർത്തകരാണ് ഓച്ചിറ ടൗണിൽ പ്രകടനം നടത്തിയത്. കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. UDF പ്രവർത്തകരാണ് ഓച്ചിറ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. BS വിനോദ്, N കൃഷ്ണകുമാർ, അൻസാറെ മലബാർ എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയെ തൂത്തെറിഞ്ഞ കേരളത്തിലെ UDF കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ എല്ലാ മണ്ഡലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിലാണ് കേരളീയ സമൂഹം കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും 2 കൈയും നീട്ടി സ്വീകരിച്ചത് എന്നുള്ളതാണ് പ്രത്യേകത. 100 കണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഗണേഷ് കുമാറിന്റെ പരാജയം സമുദായത്തിന്റെ വിജയമാണെന്ന് പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ. ജ്യോതികുമാർ ചാമക്കാരയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് NSS താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ മധുരം വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റായിരിക്കെ സമുദായത്തിന് അപമാനകരമായി പെരുമാറിയ വ്യക്തിയാണ് ഗണേഷ് കുമാർ എന്ന് ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു.
പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ പരാജയം താലൂക്കിലെ നായന്മാരുടെ വിജയമാണെന്ന് പത്തനാപുരം NSS താലൂക്ക് യൂണിയന്റെ താൽക്കാലിക ഭരണസമിതി അംഗങ്ങൾ. എതിർ സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പുനലൂരിലെ യൂണിയൻ ഓഫീസിന് മുന്നിൽ ലഡു വിതരണം ചെയ്യുകയായിരുന്നു ഭരണസമിതി അംഗങ്ങൾ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയായി, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ പ്രധാന ഘടകകക്ഷിയായി നിന്നിരുന്ന കേരള കോൺഗ്രസ് ബി. ഞങ്ങളൊക്കെ ഒരു കാലത്ത് കേരള കോൺഗ്രസ് ബിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ജോസഫ് പുതുശ്ശേരി, DJ കാപ്പൻ, തോമസ് കുതിരവട്ടം, മനക്കര രാധാകൃഷ്ണൻ, കരിക്കത്ത് തങ്കപ്പൻപിള്ള, CR ഗിരീഷ് കുമാർ തുടങ്ങി ഞങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ഈ കൊല്ലം ജില്ലയില് പടുത്തുയർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കാറ്റിൽ പറത്തി ഒരുപിടി പിണിയാളുകളെ മാത്രം കൊണ്ടു നടന്ന് കുറെ നാളുകളായി, 10-20 കൊല്ലമായി പത്തനാപുരത്തെ MLA ആയി, മന്ത്രിയായി നടന്നിരുന്ന ഈ പറയുന്ന ഈ KB ഗണേഷ് കുമാറിന്റെ പതനം, ഇത് ഞങ്ങൾ വളരെ വർഷങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്നതിന്റെ പരിണിത ഫലം ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. NSS യൂണിയന്റെ പ്രസിഡന്റായിരിക്കെ സമുദായത്തിന് അപമാനകരമായി പെരുമാറിയ വ്യക്തിയാണ് ഗണേഷ് കുമാർ. ഈ കാരണത്താൽ ഭരണസമിതി പിരിച്ചുവിടേണ്ടി വന്നു. യോഗത്തിൽ അഭിപ്രായം പറയുന്ന യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇത് നായന്മാർക്കാകെ അവമതി സൃഷ്ടിച്ചു. ഇതുകൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ പരാജയവും ജ്യോതികുമാറിന്റെ വിജയവും യൂണിയൻ ആസ്ഥാനത്ത് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. NSS നേതൃത്വം തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും ഈ പ്രദേശത്തെ നായന്മാർ NSSന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചത്. എല്ലാവർക്കും നന്ദിയെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ വിജയം പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലെ നായന്മാരുടെ വിജയമായിട്ടാണ് NSS വിലയിരുത്തുന്നത്. NSSന്റെ യൂണിയൻ പ്രസിഡന്റായിരുന്നുകൊണ്ട് NSSന് അപമാനകരമായ രീതിയിൽ പെരുമാറി NSS ആ കാരണങ്ങളാൽ NSSന്റെ ബഹുമാനപ്പെട്ട നേതൃത്വം യൂണിയൻ കമ്മിറ്റി പിരിച്ചുവിടുന്ന സാഹചര്യം വരെ സൃഷ്ടിച്ച ഗണേഷ് കുമാറിന്റെ പരാജയം പത്തനാപുരം താലൂക്കിലെ നായന്മാരുടെ വിജയമാണ്. കാരണം ഇവിടെ യൂണിയൻ കമ്മിറ്റിയിൽ അഭിപ്രായം പറയുന്ന യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെ പട്ടാഴി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുക പോലും ചെയ്ത ശ്രീ ഗണേഷ് കുമാറിന്റെ അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുടെയും പ്രവർത്തനങ്ങൾ നായന്മാർക്ക് ഒട്ടാകെ അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ പരാജയം, ശ്രീ ജ്യോതികുമാറിന്റെ വിജയം NSSന്റെ ആസ്ഥാനത്തിന് മുന്നിൽ ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഇത് പുനലൂരുള്ള ആളുകളുടെയും പത്തനാപുരത്തുള്ള ആളുകളുടെയും ഈ താലൂക്കിലെ പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലെ നായന്മാരുടെ വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. ബഹുമാനപ്പെട്ട NSS നേതൃത്വം സമദൂര നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും ഈ പ്രദേശത്തെ നായന്മാർ ഈ കാര്യത്തിൽ NSSന്റെ തീരുമാനത്തിന് അനുകൂലമായി NSSന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. UDF മന്ത്രിസഭയിൽ കൊല്ലത്ത് നിന്നും 3 മന്ത്രിമാർ ഉണ്ടാകാൻ സാധ്യത. PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ എന്നിവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ചവറയിൽ നിന്നും ഷിബു ബേബി ജോണിന് മന്ത്രിസ്ഥാനം ലഭിക്കും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നതായി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതികരണം. ഗണേഷ് കുമാറിന്റെ പരാജയം സമുദായത്തിന്റെ വിജയമാണെന്ന് പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ. UDF വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യൂണിയൻ ഭാരവാഹികൾ മധുരം വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റായിരിക്കെ ഗണേഷ് കുമാർ സമുദായത്തിന് അപമാനകരമായി പെരുമാറിയെന്നും ഭരണസമിതി അംഗങ്ങൾ. രേഖകളില്ലാതെ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 25 ലക്ഷം രൂപ പിടിച്ചെടുത്തു. പുനലൂർ റെയിൽവേ പോലീസാണ് പണം പിടിച്ചെടുത്തത്. കൊട്ടാരക്കര പുത്തൂർ സ്വദേശി കസ്റ്റഡിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.